മക്കളെ, എന്താണ് എല്ലാ മക്കളുടെയും വിശേഷങ്ങൾ? നമ്മൾ ഇന്ന് 3ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ഒരു പുതിയ പാഠഭാഗമാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ 3 ചാപ്റ്റേഴ്സ് ആണുള്ളത്, 3 യൂണിറ്റ് ആണുള്ളത്. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് ടെൻഡർ ടച്ച് എന്നുള്ളതാണ്, രണ്ടാമത്തേത് ഫെസ്റ്റീവ് ഫണ്ണ്, മൂന്നാമത്തേത് ഇൻ ഹാർമണി. ഈ 3 യൂണിറ്റുകളാണ് ഒന്നാമത്തെ പാർട്ടിലുള്ളത്. ബാക്കി രണ്ടാമത്തെ പാർട്ട് ടെക്സ്റ്റ് ബുക്കിലാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റുള്ള ഈ ഒരു ടെൻഡർ ടച്ച് എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ടച്ച് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ് ടച്ച് എന്ന് പറഞ്ഞാൽ തൊടുക എന്നാണ് അർത്ഥം, അല്ലേ? ടെൻഡർ എന്ന് പറഞ്ഞാൽ ഒരു തലോടൽ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ ടെൻഡർ എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഒരു നേരിയ തലോടലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അമ്മമാരുടെ കയ്യിൽ നിന്നൊക്കെ അമ്മമാരിങ്ങനെ പതുക്കെ നമ്മുടെ സ്നേഹത്തോടു കൂടി തലോടില്ലേ, അങ്ങനെയുള്ള തലോടലാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഒരു പിക്ചർ തന്നിട്ടുണ്ടല്ലേ. ഇവിടെ എന്താണ് കാണാൻ കഴിയുന്നത്? 2 കൂട്ടുകാർ തമ്മിൽ ഓടുകയാണ്. പക്ഷെ അവിടെ വീണപ്പോൾ മറ്റേ വീണ ആളെ സഹായിക്കുന്ന ഒരു ഇതാണ് കാണുന്നത്, അല്ലേ? ഇതിന് താഴെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഗീവ് യുവർ ഹാൻഡ്സ് ടു സെർവ് ആൻഡ് യുവർ ഹാർട്ട് ടു ലവ്. എന്താ പറയുന്നത്? നിങ്ങളുടെ കൈ, ഹാൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൈകൾ, അല്ലേ? നിങ്ങളുടെ കൈകൾ നിങ്ങൾ സെർവ് ചെയ്യണം. എങ്ങനെയാണ്? നിങ്ങളുടെ ഹൃദയം, സ്നേഹം കൊണ്ടുള്ള ഹൃദയം കൊണ്ടാണ് നിങ്ങൾ മറ്റുള്ളവരെ സെർവ് ചെയ്യേണ്ടത്. അഥവാ നിങ്ങൾ എപ്പോഴും ഭയങ്കര കൈൻഡ് ആയിരിക്കണം, വളരെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയും ഒക്കെയുള്ള കുട്ടികളായിട്ട് വളരണം എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ 2 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ, ഒരു പിക്ചർ ഇതാണ്. ഈ പിക്ചറിൽ എന്താ കാണുന്നത്? ഒരു കുട്ടി പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണല്ലോ, പക്ഷികളെ ഫീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെയോ, ഇവിടെ നോക്കൂ, ഇവിടെ കുട്ടികൾ തമ്മിൽ തല്ലുകൂടുന്ന ഒരു പിക്ചറാണ് തന്നിട്ടുള്ളത്. കമ്പയർ ദ എബോവ് പിക്ചേഴ്സ്, വാട്ട് ആർ യുവർ കമൻറ്റ്സ്? നിങ്ങൾ ഈ 2 പിക്ചേഴ്സും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുക, ഒന്ന് താരതമ്യപ്പെടുത്തുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ എന്താണ് കൂട്ടുകാരെ? ദ ഗേൾ ലവ് ഹെർ കമ്പാനിയൻസ് ആൻഡ് ഫീഡ്സ് ദം. ഈ ഇവിടെയുള്ള പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള കമ്പാനിയൻസ്, അഥവാ മറ്റുള്ള പക്ഷികളെയും മറ്റുള്ളവരെയും ഒക്കെ ഫീഡ് ചെയ്യിക്കാനും മറ്റുമൊക്കെ വളരെ ഇഷ്ടമാണ്. ബട്ട് ദ ബോയ് ഓൾസോ ഹാംസ് അതേഴ്സ് ഓഫ് ഹിസ് ഓൺ ഹാപ്പിനെസ്. ആ ബോയ് എന്ന് പറയുന്നത് അവൻ്റെ ഹാപ്പിനെസ് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നതാണ് കാണാൻ കഴിയുന്നത്. ഇനി നമ്മൾ നേരെ പാഠഭാഗത്തിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുള്ള പിക്ചേഴ്സൊക്കെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത്. നമുക്ക് എന്തായാലും തന്നിട്ടുള്ളതൊന്ന് വായിച്ചു നോക്കാം. എ സണ്ണി മോർണിംഗ്. സണ്ണി എന്ന് പറഞ്ഞാൽ എന്താണ്? സൺ എന്ന് പറഞ്ഞാൽ സൂര്യനാണല്ലേ. സണ്ണി എന്ന് പറഞ്ഞാൽ വെയിലുള്ള, ഓക്കെ, അഥവാ നല്ല പ്രകാശമുള്ള എന്നാണ് അർത്ഥം. അപ്പോൾ നല്ല പ്രകാശമുള്ള ഒരു ദിവസം രാവിലെ. ദ മോർണിംഗ് സൺ പീപ്ഡ് ത്രൂ ദ വിൻഡോ. സൺ ഇങ്ങനെ വിൻഡോയുടെ ഉള്ളിലൂടെ നമ്മളിങ്ങനെ എത്തി നോക്കുകയാണ് ചെയ്യുന്നത്. സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലൈറ്റ് ഡിയർ. മദർ കോൾഡ് സാഷ ഇൻ എ സോഫ്റ്റ് വോയിസ്. അപ്പോൾ മദർ വിളിക്കുകയാണ്, സാഷയുടെ മദർ. സാഷ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ് ഡിയർ. എന്താണ്? ഇപ്പോൾ നേരം വൈകും എന്ന് പറയാണ്, വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയാണ്. ഷി വാസ് ഹാഫ് സ്ലീപ്പ്. അവൾ ഇപ്പോഴും എന്താണ്? പകുതി ഉറക്കത്തിലാണ് ഇപ്പോഴും ഉള്ളത്. ഓ അമ്മ, ലെറ്റ് മീ സ്ലീപ്പ് എ ലിറ്റിൽ ലോങ്ങർ. അപ്പോൾ എന്താ പറയുന്നത്? ഞാനൊരു ഇത്തിരി നേരം കൂടെ ഒന്ന് ഉറങ്ങിക്കോട്ടെ. No dear, it's already late. Mother came in and gently patted her. അപ്പോൾ എന്താണ്? മദർ പറയാണ്, നോ ഡിയർ, പറ്റില്ല, ഇപ്പം തന്നെ ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ട്. ലേറ്റ് എന്ന് പറഞ്ഞാൽ നേരം വൈകിയിട്ടുണ്ട്. മദർ വന്നു, ഇൻ ആൻഡ് ജെന്റ്ലി പാറ്റേഡ് ഹെർ. എന്നിട്ട് എന്താണ്? അവളെ ഒന്ന് പതുക്കെ ഇങ്ങനെ തലോടി. പാറ്റേഡ് എന്ന് പറഞ്ഞാൽ തലോടുക എന്നാണ് അർത്ഥം. ഓക്കെ, തലോടുക. അപ്പോൾ അവളെ പതുക്കെ ഒന്ന് തലോടി. സാഷ ഗോട്ട് ഔട്ട് ഓഫ് ബെഡ് റബ്ബിങ് ഹെർ ഐസ്. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവൾ ബെഡിൽ നിന്ന് എണീറ്റു. എന്നിട്ട് റബ്ബിങ് ഹെർ ഐസ്, അവളുടെ കണ്ണ് എന്ത് ചെയ്തു? തിരുമ്മി. അവളെ കണ്ണൊക്കെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ കണ്ണ് തിരുമ്പില്ല, അതുപോലെ അവളുടെ കണ്ണൊന്ന് തിരുമ്മി. ഓക്കെ, വാട്ട്സ് ദാറ്റ് സ്മെൽ? ലവ്ലി. ഷി ടുക്ക് എ ഡീപ് ബ്രീത്ത്. എന്താണ് ഒരു മണം വരുന്നത്? അവളൊരു ഡീപ്പ് ബ്രീത്ത്, നല്ല ഇങ്ങനെ ഡീപ്പായിട്ട് എടുക്കില്ല, അവൾ നല്ല ഒരു ശ്വാസം എടുത്തു. ഷി റഷ്ഡ് ടു ദ കിച്ചൺ. മദർ ഫോളോഡ് ഹെർ. അവൾ നേരെ കിച്ചണിലേക്ക് ഓടി, അവളെ പിന്തുടർന്ന് അമ്മയും ഓടി. ഓക്കെ, വൈ ഡിഡ് സാഷ റഷ് ടു ദ കിച്ചൺ? എന്തിനായിരിക്കും സാഷ കിച്ചണിൽ പോയിട്ടുണ്ടാവുക? വാട്ട് വിൽ ഷി സീ ഇൻ ദ കിച്ചൺ? എന്താവും അവൾ കിച്ചണിൽ കണ്ടിട്ടുണ്ടാവുക? നമുക്ക് അറിയില്ല, അല്ലേ? നോക്കാം നമുക്ക് എന്താണ് സംഭവം എന്നുള്ളത്. സാഷാസ് ഫേവറേറ്റ് സ്നാക്ക്. സാഷയ്ക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഏറ്റവും ഇഷ്ടമുള്ള സ്നാക്ക്.
ഫാദർ വാസ് ബിസി ഇൻ ദ കിച്ചൺ. അപ്പോൾ സാഷയുടെ അച്ഛന് കിച്ചണിൽ വളരെയധികം ബിസിയാണ്. സാഷ, യുവർ ഫേവറേറ്റ് സ്നാക്ക് ഈസ് റെഡി, ഹി സെഡ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്ക് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അമ്മ, ഷോൾ ഐ ടേക്ക് സം ഓഫ് ഇറ്റ് ടു സ്കൂൾ, സാഷ ആസ്ക്. അപ്പോൾ സാഷ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഞാനിത് ഇന്ന് കുറച്ച് സ്കൂളിലേക്ക് എടുത്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. ഷുവർ ഡിയർ, ഗോ ആൻഡ് ഗെറ്റ് റെഡി, മദർ സെയ്ഡ്. അപ്പോൾ അമ്മ പറയുകയാണ്, ഓക്കെ നീ എടുത്തോ, നീ ആദ്യം പോയിട്ടൊന്ന് റെഡി ആവും. ഷീ വെൻറ്റ് ടു ദ വാഷ്റൂം ഹമ്മിങ് എ ട്യൂൺ. അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി. വാഷ്റൂം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ്, ഓക്കെ, നമ്മൾ ബാത്റൂം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അവൾ നേരെ വാഷ്റൂമിലേക്ക് പോയി. ഹമ്മിങ് എ ട്യൂൺ എന്ന് പറഞ്ഞാൽ ഒരു താളത്തോടെ കൂടെ അവൾ നേരെ വാഷ്റൂമിലേക്ക് ഓടി. സാഷ, ആർൻ്റ് യു റെഡി യെറ്റ്? ഇറ്റ് വാസ് നെവീൻ, ഹെർ ഫ്രണ്ട്. അപ്പോൾ നെവീൻ എന്ന് പറയുന്നത് അവളുടെ ഫ്രണ്ടാണ്. അവളുടെ ഫ്രണ്ട് നെവീൻ വന്നിട്ട് ചോദിക്കുകയാണ്, സാഷ ഇന്ന് ഇതുവരെയും റെഡി ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. ഹി വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. അവന് ഇവളെയും കാത്തിട്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. ജസ്റ്റ് 5 minutes, സാഷ ഹറീഡ് അപ്പ്. സാഷ വേഗം വരാൻ വേണ്ടി പറഞ്ഞു. ഒരു 5 minute ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. Then, what is Sasha's favorite snack? Can you make a guess? എന്തായിരിക്കും സാഷയുടെ ഫേവറേറ്റ് സ്നാക്ക് എന്ന് പറയുന്നത്? നമുക്കറിയോ? അറിയില്ലല്ലേ, നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ദ സർപ്രൈസ്. നെക്സ്റ്റ് ഒരു സർപ്രൈസ് ആണ്. സാഷ ആൻഡ് നെവീൻ റീച്ച് സ്കൂൾ ജസ്റ്റ് ബിഫോർ ദ ബെൽ റാങ്. അപ്പോൾ ബെല്ലടിക്കുന്നതിന് മുന്നേ തന്നെ സാഷയും നെവീനും കൂടെ സ്കൂളിലേക്ക് എത്തി. ഇറ്റ് സ്മെൽസ് നൈസ്, വാട്ട് ഈസ് ഇൻ യുവർ ബാഗ്, നെവീൻ ആസ്ക്. അപ്പോൾ നെവീൻ ചോദിക്കുകയാണ്, നല്ല സ്മെല്ല് വരുന്നുണ്ട്, എന്താണ് നിൻ്റെ ബാഗിൽ എന്ന് ചോദിക്കുകയാണ്. ഇറ്റ്സ് എ സർപ്രൈസ്, വെയിറ്റ് ഫോർ എ വൈൽ. അപ്പോൾ അവൾ പറയാണ്, ഇതൊരു സർപ്രൈസാണ്, നീ കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറയാണ്. സാഷ ടുക്ക് ഔട്ട് ഓഫ് ദ ടിഫിൻ ബോക്സ് ആൻഡ് ഓപ്പൺ ഇറ്റ്. അങ്ങനെ അവൾ ടിഫിൻ ബോക്സ് എടുത്തിട്ട് ഓപ്പൺ ചെയ്തു. വാവ്, ഉണ്ണിയപ്പം, നെവീൻ എക്സ്ക്ലെയിംഡ്. അപ്പോൾ നെവീൻ ഉറക്കെ പറഞ്ഞു, വാവ് ഉണ്ണിയപ്പം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് സ്നാക്ക്? ഉണ്ണിയപ്പമാണല്ലേ. ഓൾ ദ ചിൽഡ്രൻ റഷ് ടുവേഴ്സ് സാഷ. അങ്ങനെ എല്ലാ കുട്ടികളും സാഷയുടെ ചുറ്റും കൂടി. വെയിറ്റ്, ഡോണ്ട് റഷ്, ദെർസ് ഇനഫ് ഫോർ എവ്രി വൺ, നെവീൻ സൈഡ്. അപ്പോൾ നെവീൻ പറയാണ്, നിങ്ങൾ റഷ് ആക്കല്ലേ, നിങ്ങൾ തിക്കും തിരക്കൊന്നും കൂട്ടല്ലേ, എല്ലാവർക്കും ഉള്ളത് ഇതിലുണ്ട് എന്ന് പറയാൻ. അറ്റ് ദാറ്റ് മൊമെൻറ്റ് സംവൺ അപ്പിയർഡ് അറ്റ് ദ വിൻഡോ. അപ്പോൾ ആ സമയത്ത് ആരോ ഒരാൾ ജനലിൻ്റെ അവിടെ ഇങ്ങനെ അപ്രത്യക്ഷമാവുന്നത് അവൾ കണ്ടു. ഹേ, ഹൂ ഈസ് ദാറ്റ്, സാഷ ആസ്ക്. അപ്പോൾ സാഷ ചോദിച്ചു, ആരാണത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇതാണ് ഉണ്ണിയപ്പം കൊടുക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സാഷ സോ സംബഡി അറ്റ് ദ വിൻഡോ. സാഷ ആരെയോ ആ വിൻഡോയുടെ അവിടെ കണ്ടു. ഹൂ കുഡ് ദാറ്റ് ബി? ആരായിരിക്കും അത്? ആരായിരിക്കും? കൂട്ടുകാർക്ക് അറിയാം ആരായിരിക്കും എന്ന്? ആരാണാവും അല്ലേ? നമുക്ക് നോക്കാം ആരാണെന്ന്. എ ഗേൾ അറ്റ് ദ വിൻഡോ. അപ്പോൾ ഒരു പെൺകുട്ടി ആ ഒരു വിൻഡോയുടെ അവിടെ ഉണ്ട്. നെവീൻ ലുക്ക്ഡ് അറ്റ് ദ വിൻഡോ ആൻഡ് സോ എ ഗേൾ. അപ്പോൾ നെവീൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു പെൺകുട്ടി അവിടെ കണ്ടു. ഐ ഹാവ് സീൻ ഹെർ സംവെയർ, ഹി സെഡ്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അവളെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ദ ഗേൾ വാസ് ലുക്കിംഗ് അറ്റ് ദം ക്യൂരിയസ്ലി. അപ്പോൾ ആ പെൺകുട്ടി ഇവരെ വളരെ ക്യൂരിയസ് ആയിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഹെർ മെസ്സി എയർ വാസ് സ്വിങ്ങിങ് ഇൻ ദ വിൻഡ്. അപ്പോൾ എന്താണ് അവളുടെ മെസ്സി എയർ എന്ന് പറഞ്ഞാൽ ആകെ നല്ല വൃത്തിയല്ല, അങ്ങനെ കെട്ടൊന്നും ചെയ്തിട്ടില്ല, ഇങ്ങനെ അലങ്കോലമായിട്ട് കിടക്കുന്ന അവളുടെ മുടിയാണ്. അതിങ്ങനെ വിൻഡിൽ എന്ത് ചെയ്തു, കാറ്റിൽ ഇങ്ങനെ പാറി. ഷീ ലുക്ക്ഡ് വെരി ടയേർഡ്. അവൾ വളരെയധികം ക്ഷീണിത ആയ ഒരവസ്ഥയിലായിരുന്നു. സാഷ വെൻ ടു ദ വിൻഡോ. സാഷ നേരെ ആ ഒരു വിൻഡോയുടെ അടുത്തേക്ക് പോയി. ഷീ ഓഫേർഡ് എൻ ഉണ്ണിയപ്പൻ ടു ദ ഗേൾ. എന്നിട്ട് ഉണ്ണിയപ്പം അവൾക്ക് ഓഫർ ചെയ്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ടേക്കിംഗ് ഇറ്റ്. പക്ഷെ അത് എടുക്കാതെ അവൾ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തത്. സാഷാസ് ഐസ് ഫോളോഡ് ദ ഗേൾ. അപ്പോൾ അവളുടെ സാഷയുടെ കണ്ണുകൾ അവൾ പോകുന്ന വഴിയെ ഇങ്ങനെ നോക്കി നിന്നു. ബട്ട് ദ ഗേൾ ഡിസപ്പിയേർഡ് ബിഹൈൻഡ് ദ ബുഷസ്. അങ്ങനെ ആ ചെടികൾക്ക് മറവിൽ അവൾ എന്താണ് ഡിസപ്പിയേർഡായി അവിടെ അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. വേർ ഡസ് ഷീ ലീവ്? സാഷ ആസ്ക്ഡ് നെവീൻ. സാഷ നെവീനോട് ചോദിക്കുകയാണ്, എവിടെയാണ് അവൾ താമസിക്കുന്നത്? ഹു വാസ് എൻജോയിങ് എ ബിഗ് ബൈറ്റ് ഓഫ് ഉണ്ണിയപ്പം. അപ്പോൾ എന്താണ് ആരൊക്കെയോ ഉണ്ണിയപ്പം ഇങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെവീൻ ഉണ്ണിയപ്പം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സാഷ ചോദിച്ചു, ഐ ഡോണ്ട് നോ, ഹി സെയ്ഡ്. അപ്പം അവൻ പറഞ്ഞു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പുവർ ഗേൾ, ഹെർ ക്ലോത്ത്സ് ആർ ടോൺ, സാഷ സെയ്ഡ്. അപ്പോൾ സാഷ പറയാണ്, അവൾ പാവാണ്, അവളുടെ വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കീറി പറഞ്ഞ പോലെ ആയിട്ടുണ്ടെന്ന് പറയാണ്. ദെൻ വൈ ഡിഡ് ദ ഗേൾ ആക്സെപ്റ്റ് ദ ഉണ്ണിയപ്പം? എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി ഉണ്ണിയപ്പം എടുക്കാതിരുന്നിട്ടുണ്ടാവുക? ചിലപ്പോൾ ഉണ്ണിയപ്പം ഇഷ്ടം ഉണ്ടാവില്ലേ, അതുകൊണ്ടായിരിക്കുമോ? എന്തായിരിക്കുമോ അതോ ഇനി സാഷ അറിയാത്ത ഒരാളല്ലേ, അപ്പോൾ അറിയാത്ത ആൾ കൊടുത്തത് കൊണ്ടായിരിക്കുമോ? എന്താ നമുക്ക് അറിയില്ല. ദ ഗേൾസ് കംസ് എഗെയിൻ. ആ പെൺകുട്ടി പിന്നെയും വന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് ക്യാൻ ചേഞ്ച് എ ഫ്രോൺ ഇൻ ടു എ സ്മൈൽ വെൻ യു ഫീൽ ഡൗൺ. മിസ്റ്റർ അനുപമ ദെയർ
അനുപമ ദേ ടീച്ചർ വാസ് സിംഗിങ് എ സോങ് ഇൻ ദ ക്ലാസ്. അപ്പോൾ അവരുടെ ടീച്ചറായിട്ടുള്ള അനുപമ ക്ലാസ്സിൽ ഇങ്ങനെ ഈ ഒരു സോങ് പാടുകയായിരുന്നു. സഡൻലി സാഷ സോ ദ ഗേൾ അഗെയിൻ ദ ഡോർ. അപ്പോഴാണ് സാഷ വീണ്ടും ആ പെൺകുട്ടിയെ ഡോറിൻ്റെ അടുത്ത് കണ്ടത്. പൂർ ഗേൾ ഐ തിങ്ക് ഷീ വാണ്ട്സ് ടു കം ഇൻ, സാഷ മമ്മേഡ്. അപ്പോൾ മമ്മേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ പതുക്കെ മുറുമുറുക്കില്ലേ, നമ്മളിങ്ങനെ എന്തെങ്കിലും ഉണ്ടായി പറയില്ല, അവൾക്ക് വരണമായിരുന്നു, ഇങ്ങനെ ആരും കേൾക്കില്ല, പക്ഷേ എന്നാൽ ചെറിയ സൗണ്ടിൽ പറയും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ മമ്മേഡ് എന്ന് പറയാം. അപ്പോൾ അവളിങ്ങനെ പിറുപിറുക്കുകയാണ്, പാവം കുട്ടി അവൾക്ക് ഇങ്ങോട്ട് വരണം എന്ന് തോന്നുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ ആ ഒരു പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ലിസൺ സെഡ് ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ പറയാണ്, നിങ്ങൾ കേൾക്ക്. ഹിയറിങ് ദ ടീച്ചേഴ്സ് വോയിസ് ദ ഗേൾ റാൻ അവേ. അപ്പോൾ ടീച്ചറുടെ വോയിസ് കേട്ടപ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്നും വീണ്ടും ഓടിപ്പോയി. വൈ ഡിഡ് ദ ഗേൾ കം അഗെയിൻ? എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി വീണ്ടും വന്നിട്ടുണ്ടാവുക? മേ ബി ഷി വാണ്ട്സ് ടു ലേൺ, അല്ലേ? ഷി വാണ്ട്സ് ടു ലേൺ ഓർ ഷി വാണ്ട്സ് ടു കം ടു സ്കൂൾ, ദാറ്റ്സ് വൈ. ദെൻ എ ലുല്ലബൈ. എന്താണ് അടുത്തതായിട്ട് താലോല പാട്ടാണ് പറയുന്നത്. ഓക്കെ. ആഫ്റ്റർ സ്കൂൾ സാഷ ആൻഡ് നെവീൻ വർ വാക്കിംഗ് ഹോം. അങ്ങനെ സ്കൂൾ കഴിഞ്ഞതിന് ശേഷം സാഷയും നെവീനും കൂടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. ഓൺ ദ വേ ദേ ഹേർഡ് സമ്മൺ സിംഗിങ് എ സോങ്. അപ്പോൾ പോകുന്ന വഴിക്ക് ആരോ ഒരു പാട്ട് പാടുന്നത് കേട്ടു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വിൽ അണ്ടർസ്റ്റാൻഡ് യുവർ ലിറ്റിൽ ട്രയൽസ് ആൻഡ് ലെൻഡ് എ ഹാൻഡ്. എന്താണ് അവർ ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ച പോലെയുള്ള ഒരു സോങ് ആണ് പാടുന്നത്. നെവീൻ ഡു യു ഹിയർ ദ സോങ് സാഷ ആസ്. അപ്പോൾ സാഷ ചോദിക്കുകയാണ്, നീ ആ പാട്ട് കേട്ടോ എന്ന് ചോദിക്കുകയാണ്. ദാറ്റ്സ് എ സോങ് അവർ ടീച്ചർ ടോട്ട് അസ് ടുഡേ, നെവീൻ റിപ്ലൈഡ്. അപ്പോൾ നെവീൻ പറയാണ്, ഇത് ഇന്ന് നമ്മുടെ ടീച്ചർ നമ്മളെ പഠിപ്പിച്ച ആ പാട്ടല്ലേ. ബട്ട് ഹു ഈസ് സിംഗിങ്? അപ്പോൾ ആരാണ് പാടുന്നത്? കം ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. വായോ നമുക്ക് എന്തായാലും ഒന്ന് കണ്ടുപിടിക്കാമെന്ന് പറയാണ്. ഹു ഡു യു തിങ്ക് വാസ് സിംഗിങ്? ആരായിരിക്കും അത് പാടുന്നുണ്ടാവുക? നമ്മൾ ആ നേരത്തെ കണ്ട പെൺകുട്ടി ആയിരിക്കും, അല്ലേ? കാരണം അവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു, അപ്പോൾ അവൾ ആ പാട്ട് പഠിച്ചിട്ടുണ്ടാവും. എ പ്ലസൻറ്റ് സർപ്രൈസ്. വളരെ സന്തോഷമുള്ള ഒരു സർപ്രൈസ്. സാഷ ആൻഡ് നെവീൻ സ്പോട്ടഡ് ദ ഗേൾ നിയർ എ ട്രീ. അപ്പോൾ സാഷയും നെവീനും കൂടെ ഒരു മരത്തിൻ്റെ അടുത്തായിട്ടൊരു പെൺകുട്ടിയെ അവർ കണ്ടുപിടിച്ചു. ഷീ വാസ് ക്രാഡ്ലിംഗ് ഹെർ ലിറ്റിൽ ബ്രദർ സിംഗിങ് ദ സോങ്. അപ്പോൾ അവൾ എന്താ ചെയ്യുന്നത്? അവളുടെ ബ്രദറിനെ ഗ്രാഡിലിംഗ് എന്ന് പറഞ്ഞാൽ തൊട്ടിയിൽ ഇങ്ങനെ ആട്ടി കൊടുക്കുക. തൊട്ടിയാണ് ഗ്രാഡിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തൊട്ടിയിൽ ആട്ടി കൊടുത്ത് ആ പാട്ട് പാടുകയാണ്. ഹൗ ക്വിക്ക്ലി ഹാസ് ഷീ ലേൺ ദ സോങ് നെവീൻ വിസ്പേർഡ് ടു സാഷ. അപ്പോൾ വിസ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്വകാര്യം പറയില്ല, അതിന് പറയുന്നതാണ്. അപ്പോൾ എത്ര വേഗം അവളെ പാട്ട് പഠിച്ചോ. നെവീൻ സാഷിയോട് ഇങ്ങനെ സ്വകാര്യത്തിൽ പറഞ്ഞു. ദ ഗേൾ സോ ദം ആൻഡ് സ്മൈൽഡ്. അപ്പത്തിന് ആ പെൺകുട്ടി ഇവരെ കണ്ടു, എന്നിട്ട് ഒന്ന് പുഞ്ചിരിച്ചു. ഷീ ടയേർഡ് ടു കോംബ് ഹെയർ ഡ്രൈ ഹെയർ വിത്ത് ഹെർ ഫിംഗേഴ്സ്. അപ്പോൾ അവളെന്താണ് അവളുടെ കൈ വെച്ചുകൊണ്ട് അവളുടെ ഡ്രൈ ആയിട്ടുള്ള മുടിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് കെട്ടാൻ വേണ്ടി നോക്കുകയാണ്. കെട്ടിങ്ങനെ ചീന്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കെട്ടിറക്കില്ല, അതേപോലെ ചെയ്യാണ്. യു സിങ് ബ്യൂട്ടിഫുള്ളി. നെവീൻ അപ്രീഷിയേറ്റഡ് ഹെർ. അപ്പോൾ നെവീൻ അവളെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എന്ത് പറഞ്ഞുകൊണ്ട്? നീ നന്നായിട്ട് ഭംഗിയായിട്ട് പാടി എന്ന് പറയാണ്. സാഷ വാണ്ട് ടു ഗീവ് ദ ഗേൾ എ ഗിഫ്റ്റ്. അപ്പോൾ സാഷയ്ക്ക് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു. വാട്ട് വുഡ് ബി സാഷാസ് ഗിഫ്റ്റ്? എന്തായിരിക്കും സാഷ കൊടുത്തിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം എന്താണ് സാഷ കൊടുത്തത് എന്നുള്ളത്, അല്ലേ? ദ ഗിഫ്റ്റ്. സാഷ ഓപ്പൺ ഹെർ ബാഗ് ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. എന്നാൽ സാഷ ബാഗ് ഓപ്പൺ ചെയ്തിട്ട് ഒരു ബുക്ക് അതിൽ നിന്നും എടുത്തു. ഇറ്റ് വാസ് എ പിക്ചർ സ്റ്റോറി ബുക്ക്. അതെന്താണ്? ഒരു പിക്ചർ സ്റ്റോറി ബുക്കാണ്. പിക്ചറൊക്കെയുള്ള ഒരു സ്റ്റോറി ബുക്കാണ്. ഹെർ ഇസ് എ ഗിഫ്റ്റ് ഫോർ യു. സാഷ ഹാൻഡഡ് ഇറ്റ് ഓവർ ടു ഹെർ. അങ്ങനെ സാഷ ഈ ഗിഫ്റ്റ് അടുക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിനക്കുള്ള ഒരു ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു. ദ ഗേൾ വൈപ്ഡ് ഹെർ ഹാൻഡ്സ് ഓൺ ഹെർ സ്കേർട്ട്. സ്കേർട്ട് എന്ന് പറഞ്ഞാൽ പാവാട. അപ്പോൾ അവൾ എന്ത് ചെയ്തു? അവളുടെ കൈകൾ അവളുടെ പാവാടയിലൊന്ന് തുടച്ചു. ഷീ റിസീവ്ഡ് ദ ബുക്ക് വിത്ത് എ സ്മൈൽ. അവൾ ചിരിച്ചുകൊണ്ട് ആ ബുക്ക് സ്വീകരിച്ചു. കവിത ഹു ഈസ് ദർ? ഹെർ മദർ കോൾഡ് ഔട്ട്. അപ്പോഴാണ് അവിടെ നിന്നും കവിത ആരാണത് എന്ന് ചോദിക്കുന്നത്. അത് ആരായിരുന്നു? അവളുടെ മദർ ആയിരുന്നു, അവളുടെ അമ്മയായിരുന്നു. ലെറ്റ്സ് ഗോ നെവീൻ ഹെറീഡ് ഹിയർ ഇൻ ദ വോയിസ്. അപ്പോൾ വോയിസ് കേട്ടപ്പോൾ നെവീൻ പറയാണ്, നമുക്ക് പോകാമെന്ന് പറയാണ്. വി ഷുഡ് ടെൽ അനു ടീച്ചർ അബൌട്ട് കവിത. ഐ തിങ്ക് ഷീ വിൽ ഹെൽപ്പ് സാഷ ജസ്റ്റ് സജസ്റ്റഡ്. അപ്പോൾ സാഷ പറയാണ്, നമുക്ക് എന്തായാലും നമ്മുടെ അനു ടീച്ചറുടെ അടുത്ത് കവിതയെ കുറിച്ചിട്ട് പറയണം. ചിലപ്പം കവിത ടീച്ചർക്ക് അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമായിരിക്കും എന്ന് പറയാണ്. വിൽ അനു ടീച്ചർ ഹെൽപ്പ് കവിത? ഹൗ? എങ്ങനെയായിരിക്കും അനു ടീച്ചർ കവിതയെ ഹെൽപ്പ് ചെയ്യുന്നത്? ചെയ്യോ? നമുക്ക് നോക്കാം, അല്ലേ? ദ സ്മൈൽ. ഡിയർ ചിൽഡ്രൻ ടുഡേ വി ഹാവ് എ ന്യൂ ഫ്രണ്ട്. അപ്പോൾ പറയാണ്, ഇന്ന് നമുക്ക് നമുക്ക് പുതിയൊരു ഫ്രണ്ട് ഉണ്ട്. ഷീ ബിലോങ്സ് ടു എ പ്ലേസ് ഫാർ എവേ ലെറ്റ്സ് വെൽക്കം ഹിയർ. ശരിക്കും അവൾ ഇവിടെ നിന്നും ഒരുപാട് ദൂരത്താണ്. എന്തായാലും നമുക്ക് അവളെ ഇവിടെ വെൽക്കം ചെയ്യാം. ദ ഹെഡ് മാസ്റ്റർ ഇൻട്രൊഡ്യൂസ്ഡ് കവിത ഇൻ ദ സ്കൂൾ അസംബ്ലി. ഹെഡ് മാസ്റ്റർ സ്കൂൾ അസംബ്ലിയിൽ കവിതയെ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
ഷീ കെയിം ഫോർവേഡ് ഡ്രസ്ഡ് ഇൻ ദ സ്കൂൾ യൂണിഫോം. അപ്പോൾ അവൾ മുന്നോട്ട് വന്നു. അവൾ സ്കൂൾ യൂണിഫോം ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഷീ സ്മൈൽഡ് വാംലി അറ്റ് എവ്രി വൺ. അവൾ നല്ല ഒരു പുഞ്ചിരി എല്ലാവർക്കും കൊടുത്തു. ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റഡ് കവിതാസ് പാരൻസ് ടു ദ സ്റ്റേജ്. അങ്ങനെ കവിതയുടെ പാരൻസിനെയും ഹെഡ് മാസ്റ്റർ ആ ഒരു വേദിയിലേക്ക് ക്ഷണിച്ചു. ഓൾ ദ ചിൽഡ്രൻ ക്ലാപ്ഡ്. എല്ലാവരും കൈയടിച്ചു. ഐ കൺഗ്രാജുലേറ്റ് സാഷ ആൻഡ് നെവീൻ. ദേ ഹെൽപ്ഡ് കവിത ടു ജോയിൻ ആസ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ പറയാണ് സാഷിയെയും നെവീനെയും ഞങ്ങൾ കൺഗ്രാജുലേറ്റ് ചെയ്യാണ്. അവരാണ് കവിതയെ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തത്. സാഷ നെവീൻ പ്ലീസ് കം ടു ദ ഡേയ്സ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് ഈ ഡേയ്സിലേക്ക് വായോ എന്ന് പറയാണ്. ദ ഹെഡ് മാസ്റ്റർ എൻകറേജ് ക്ലാപ്പിംഗ് ഹാൻഡ്സ്. അവരെ ഹെഡ് മാസ്റ്റർ എൻകറേജ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ ക്ലാപ്പ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ദെൻ വൈ ഡിഡ് ദ ഹെഡ് മാസ്റ്റർ ഇൻവൈറ്റ് സാഷ ആൻഡ് നെവീൻ ടു ദ ഡേയ്സ്. എന്തിനാണ് ഹെഡ് മാസ്റ്റർ നെവീനെയും സാഷയെയും വിളിച്ചത്? എന്തുകൊണ്ടായിരുന്നു? ബിക്കോസ് ദേ ഓൺലി ദ റീസൺ ബിഹൈൻഡ് ദ ജോയിൻ ദ കവിത. ഓക്കെ, കവിത ജോയിൻ ചെയ്യാൻ ആകെ അവരായിരുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പം അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ടിയേഴ്സ് ഓഫ് ജോയ്. എന്താണ്? സന്തോഷത്തിൻ്റെ കണ്ണുനീര്. സാഷ ആൻഡ് നെവീൻ മൂവ്ഡ് ടുവേർഡ്സ് ദ സ്റ്റേജ്. അവന് സാഷയും നെവീനും കൂടെ സ്റ്റേജിൻ്റെ വന്നു. ദ ഹെഡ് മാസ്റ്റർ ഷുക്ക് ഹാൻഡ്സ് വിത്ത് ദം. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും എന്ത് കൊടുത്തു? ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഓൾ ദ ചിൽഡ്രൻ അപ്ലോഡ് ദം എഗെയിൻ. അപ്പോൾ എല്ലാവരും വീണ്ടും അപ്ലോഡ് എന്ന് പറഞ്ഞാൽ കൈയടിക്കുക, ക്ലാപ്പ് എന്നത് തന്നെയാണ്. അവിടെ വീണ്ടും കൈയടിച്ചു. കവിത ലുക്ക്ഡ് അറ്റ് സാഷ ആൻഡ് നെവീൻ. കവിത എന്ത് ചെയ്തു? സാഷിയെയും നെവീനെയും ഒന്ന് നോക്കി. വെർ ഐസ് ബ്രൈറ്റൻ വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവളുടെ കണ്ണുകൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ട് എന്താണ് ഇങ്ങനെ തിളങ്ങുകയാണ് ചെയ്യുന്നത്. അനു ടീച്ചേഴ്സ് സോങ് വാസ് എക്കോയിങ് ഇൻ എവ്രി മൈൻഡ്. അപ്പോഴും അനു ടീച്ചറുടെ ആ പാട്ട് എല്ലാവരുടെ മൈൻഡിലും ഇങ്ങനെ അലയടിച്ചു കൊണ്ടിരുന്നു. ദ ബെസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് വർത്ത് മോർ ദാൻ ഗോൾഡ് ഗിവ് ഓൾ ദ ലവ് ആൻഡ് ഹേർട്ട് ക്യാൻ ഓൾഡ്. എന്താണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്? സ്വർണത്തേക്കാൾ വലിയതാണ് അല്ലേ. അവർ നമുക്ക് സ്നേഹം തരും, അവരുടെ ഹൃദയം നമുക്ക് തരും എന്നൊക്കെയാണ് പറയുന്നത്. അനുപമ ടീച്ചർ കെയിം ഫോർവേഡ് ആൻഡ് ഹഗ്ഡ് കവിത. അങ്ങനെ അനുപമ ടീച്ചർ മുന്നിലേക്ക് വന്നിട്ട് കവിതയെ കെട്ടിപ്പിടിച്ചു. ദ ഗേൾ സ്മൈൽഡ്. അപ്പോൾ ആ കവിത എന്ത് ചെയ്തു? ഒന്ന് പുഞ്ചിരിച്ചു. എ ടൈനി ഡ്രോപ്പ് ഓഫ് ടിയർ ഗിൽറ്റേഡ് ഇൻ ദ കോർണർ ഓഫ് ഹെർ ഐസ്. അപ്പോൾ അവളുടെ കണ്ണിൻ്റെ ഒരു വശത്തായിട്ട് എന്താണ് ഒരു ചെറിയ ഒരു കണ്ണുനീർ തുള്ളി ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? സന്തോഷം കൊണ്ട് അല്ലേ. ഓക്കെ, ഇത്രയുമാണ് പാഠഭാഗം. ഇനി ഇവിടെ കുറച്ച് ന്യൂ വേർഡ്സ് വന്നിട്ടുണ്ട്. ആക്സെപ്റ്റ്, അപ്ലോഡ്, അപ്രീഷിയേറ്റ്, ഡേയ്സ്, എക്കോ, ഫ്രോൺ, ഗിൽറ്റർ, ഗ്രാറ്റിറ്റ്യൂഡ്, ഹഗ്, ഹമ്മിങ്, ഹറി, ഇൻട്രൊഡ്യൂസ്, ലെൻഡ് എ ഹാൻഡ്, ലുലബാ, മർമർ, പീപ്പ്, റഷ്, സെർച്ച്, സജസ്റ്റ്, സർപ്രൈസ്, ടെൻഡർ, ട്രയൽ, വൈപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പാഠഭാഗം. ഇനി നമുക്ക് നോക്കാനുള്ളത് ലെറ്റ്സ് റീഡ് എ പോം ആൻഡ് റിസൈറ്റ് എന്നുള്ളതാണ്. ഇവിടെ ഫ്രണ്ട്സിനെ കുറിച്ചിട്ടുള്ള ഒരു കുഞ്ഞു സോങ് തന്നിട്ടുണ്ട്. ഓക്കെ, let's be friends, let's play together, having fun all together. Let's be friends, let's play together, having fun all together. Your turn, then my turn, let's share and say thank you. Your turn, then my turn, sharing is caring, that's what we do. ഓക്കെ, ഇത് ഒരു ചെറിയ സോങ് ആണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിക്കാൻ വേണ്ടിയിട്ടാണ്. വാട്ട് ആർ ദ ഗെയിംസ് യു പ്ലേ വിത്ത് യുവർ ഫ്രണ്ട്സ്? നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്തൊക്കെ ഗെയിം കളിക്കാറുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരുപാട് ഗെയിംസ് നമ്മൾ കളിക്കാറുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ ഫ്രണ്ട്സുമായിട്ട് കളിക്കുക, പരസ്പരം ഷെയർ ചെയ്യുക, കെയർ ചെയ്യുക, അതൊക്കെയാണ് ഫ്രണ്ട്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് കീപ്പ് ചെയ്യുക. ഓക്കെ, ഗുഡ് ഫ്രണ്ട്സ് എപ്പോഴും എന്താണ് നമുക്കൊരു അസറ്റ് ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റീസ് ആണ്. ആക്ടിവിറ്റീസ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാത്സ്, EVS, മലയാളം എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.